നമസ്തേ. രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ്. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. രത്നശാസ്ത്രയുടെ വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രത്നശാസ്ത്രയുടെ 200ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമായിട്ട് രത്നശാസ്ത്ര പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ശ്രദ്ധ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ള ഒരു നിമിഷത്തിൽ പ്രേക്ഷകരോട് എന്താണ് സാറിന് പങ്കുവയ്ക്കാനുള്ളത്? എനിക്ക് ആ സർവശക്തി ഇതിനെ നയിക്കുന്ന ഓൾമൈറ്റി ഈശ്വരൻ്റെ അനുഗ്രഹം, കൃപാകടാക്ഷമാണ് ഇപ്പം ഈ അവസരത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഭഗവാനോടുള്ള ഒരു കടപ്പാട്, നന്ദി, സ്നേഹം. 2018 ആരംഭിച്ച എപ്പിസോഡാണിത്. അപ്പോൾ എപ്പിസോഡിൽ അന്ന് രത്നശാസ്ത്ര ആരംഭിക്കുമ്പോൾ ജനം ടി വിയുടെ അന്നത്തെ ഹെഡ്, UAE ഹെഡ് രാജേഷ് മേനോൻ, പിന്നെ രാജീവ് കോടമ്പള്ളി എന്ന് പറയുന്ന ആങ്കർ, അടുത്ത് പറയേണ്ട കാര്യമില്ല. രാജീവ് കോടമ്പള്ളി എല്ലാവർക്കും അറിയാം. അതുല്യനായ കലാകാരൻ, നല്ല വാഗ്മി, നല്ല ഗായകൻ, ഈ നിലയിലൊക്കെ തിളങ്ങി നിന്നിരുന്ന വ്യക്തിത്വമാണ് രാജീവ് കോടമ്പള്ളി. ഞങ്ങൾ ഒരുമിച്ച് ആണ് 80ഓളം എപ്പിസോഡുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അതൊരിക്കലും മറക്കാൻ പറ്റില്ലാത്ത എപ്പിസോഡുകളാണ്. കാരണം വെച്ചാൽ സംഗീതമയമായിരുന്നു പലതും. നല്ല ഗായകനായതുകൊണ്ട് പല രത്നങ്ങളെക്കുറിച്ചും മാണിക്യത്തെക്കുറിച്ചുള്ള പാട്ട് പാടുമായിരുന്നു. അങ്ങനെ കളർഫുള്ളായിട്ട് പോയിരുന്ന 80 എപ്പിസോഡ്. രാജേഷ് മേനോൻ സാറിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. രാജീവ് കോടമ്പള്ളിക്ക് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നേരിടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയി. അപ്പം രാജീവ് കോടമ്പള്ളിക്കോട് ആരോഗ്യത്തിനും ദീർഘായുസ്സിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു മാനസികമായിട്ടൊരു മനസ്സിന് വിഷമതയുണ്ട്. എങ്കിലും എല്ലാ ഈശ്വര നിശ്ചയമാണ്. നമുക്ക് തടയിടാൻ പറ്റത്തില്ല. ഈശ്വരൻ ഓരോ നിശ്ചയിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നെ UAE ജനം ടി വിയുടെ ഹെഡായിട്ട് വന്ന അജിത് സാറാണ്. അജിത് സാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാറിനോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പം ജനം ടി വിയുടെ ഇവിടുത്തെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന താജ് സാറിനോടും ഈ എപ്പിസോഡിൻ്റെ പേരിൽ, രത്നശാസ്ത്രയുടെ പേരിൽ ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട്. ഇത് കൂടാതെ എൻ്റെ ഒപ്പം 200ഓളം എപ്പിസോഡ്, ഇന്ന് വരെയുള്ള എപ്പിസോഡിൽ ക്യാമറയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതും പ്രൊഡക്ഷൻ നടത്തിയതുമൊക്കെ ഷിൻസാണ്. ഷിൻസും ഇപ്പോൾ ഷിൻസിനോടൊപ്പം രഞ്ജിത്തും, ഇവർ രണ്ടുപേരും ആണ് രത്നശാസ്ത്രയുടെ ഇവിടുത്തെ അണിയറ പ്രവർത്തകർ. ട്രിവാൻഡ്രത്ത് വേറെ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഉള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അവരെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് 80 എപ്പിസോഡിന് ശേഷം എൻ്റെ കൂടെ ഇന്ന് ആങ്കർ ചെയ്യുന്നത്, അവതാരകനായിട്ടിരിക്കുന്നത് ഉല്ലാസാണ്. ഉല്ലാസ് എൻ്റെ കൂടെയുള്ള ആളാണ്. ഉല്ലാസ് ഒരുപാട് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആൾ. ഇത് ഹോംവർക്ക് ഇല്ലാതെ ഈ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല ഹോംവർക്ക് എടുക്കണം. കാരണം ഇത് സയൻസ് റിലേറ്റഡാണ്, ശാസ്ത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പം ഓരോ എപ്പിസോഡുകൾക്കും അതിൻ്റേതായിട്ടുള്ള പണിപ്പുരയിൽ എന്നെക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഉല്ലാസിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ആ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പിന്നെ പ്രേക്ഷകരെ പറ്റി പറഞ്ഞാൽ അതാണ് ആദ്യം പറയേണ്ടത്. ആദ്യം ഞാൻ അവതാരകൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇത് പറയുന്നത്. അത് ഒരു വാക്കി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സമയമെടുത്ത് പറയുന്നത്. കാരണം പ്രേക്ഷകർ ആണ് ഈ കൃത്യമായിട്ട് ഈ
പ്രോഗ്രാം ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടുവന്നത്. അവരുടെ സ്നേഹവും അവരുടെ പ്രോത്സാഹനവും അതുപോലെ അവർ എനിക്ക് തരുന്ന ഇൻഫർമേഷൻസ്, അവരുടെ പ്രതികരണങ്ങൾ എല്ലാം ഇതിന് വളമായിട്ടുണ്ട്. രത്നശാസ്ത്ര 2018 ചെറിയൊരു ചെടിയായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ ഇപ്പോൾ അത് മരമായിട്ട് വളർന്നത് പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഈശ്വരാനുഗ്രഹവും പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാ സഹകരണം കൊണ്ടാണ്. അപ്പം എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ, സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറ് പറഞ്ഞ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും അത് കൃത്യമായിട്ട് ഒന്നുപോലും മിസ് ചെയ്യാതെ, ഒന്നുപോലും കാണാതിരിക്കാതെ എല്ലാം കണ്ടുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും പ്രോത്സാഹനമാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇന്ന കാര്യം പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം പ്രേക്ഷകർ നമുക്കുണ്ട്. ധാരാളം കമൻറ്റുകളായിട്ടും മെസ്സേജസായിട്ടും നമുക്ക് ഇമെയിലൊക്കെ ആയിട്ട് നമുക്കതിൻ്റെ ഫീഡ്ബാക്കുകൾ കിട്ടാൻ ഫീഡ്ബാക്ക് ഇന്നും വന്നുകൊണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കൂടുതൽ കവർ ചെയ്ത് പോയാൽ, കാരണം നമ്മൾ കോവിഡ് സമയത്ത് 6 മാസത്തോളം നമ്മൾ പുതിയ എപ്പിസോഡുകളൊന്നും അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എപ്പിസോഡുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വിടേണ്ടിവരുന്നു. അതുമെല്ലാം റിപ്പീറ്റും എല്ലാ ആൾക്കാർ കണ്ടു. ഒരുപാട് സ്നേഹം, ദൈവത്തോടുള്ള നന്ദി, അത് മറക്കാൻ പറ്റില്ല. എല്ലാ ഈശ്വരത്തിൻ്റെ അനുഗ്രഹമായിട്ടും എന്ത് നടക്കണേലും അവിടുത്തെ ഒരു അറിവില്ലാതെ നടക്കില്ല എന്നും ഈശ്വരദിശയായിട്ടും കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടെയും ഞാൻ വീണ്ടും ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് അടുത്തയിലേക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നു നമുക്കൊരു രത്നവിശേഷങ്ങളായിട്ട് ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ ഇതിനുള്ള മുമ്പുള്ള എപ്പിസോഡുകളിൽ ചർച്ച ചെയ്ത കാര്യം സോഫ്റ്റ് ആയിട്ട്, അതായത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, തട്ടുമുട്ടുമൊക്കെ വരാതെയും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗത്തിലൊക്കെ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറഞ്ഞൊരു രത്നമായിരുന്നു അംബർ എന്ന് പറയുന്ന ആ ഒരു രത്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെയുള്ള വേറെയും രത്നങ്ങളുണ്ടോ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ട്? ഒപ്പൽസ് സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കല്ലിനെ കുറിച്ച് താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഒപ്പൽസിനെ കുറിച്ചും അറിയണം. ഒപ്പൽസ് വളരെ കളർഫുള്ളായിട്ടുള്ള സ്റ്റോണാണ്, ഒരു പ്ലേ ഓഫ് കളേഴ്സ് ഉള്ള സ്റ്റോണാണ് ഈ ഒപ്പൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ധാരാളം മാർക്കറ്റിലുള്ളതാണ്. ഹൈഡ്രേറ്റഡ് സിലിക്ക ഗ്രൂപ്പിൽ പെടുന്ന കല്ലാതെ രത്നമാണ്. അത് ഒപ്പൽസിന് ഉബലം എന്ന് പറയുന്ന ഒരു സംസ്കൃത വാക്കിൽ നിന്ന് ആണ് ഈ രത്നത്തിൻ്റെ പേര് കിട്ടിയതെന്നും അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. ഓപ്പൽസ് വളരെ സോഫ്റ്റ് സ്റ്റോൺ, അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺസാണ്. അതിന് നമ്മൾ വൈറ്റ് ഓപ്പൽസ് ഉണ്ട്, കളർഫുള്ളായിട്ടുള്ള പല ഓപ്പൽസ് ഉണ്ട്. അതിൽ വൈറ്റൊക്കെ നല്ല അപാര ഭംഗിയാണ്. അതിന് മേളിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർസ് പോലെ കുത്തും കോമയൊക്കെ ആയിട്ട് കാണാം. അത് നോക്കിയാൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അതിന് അടരുകളെന്ന് പറയാം. അതിങ്ങനെ അടുക്കി ചെറിയ മൈന്യൂട്ടായിട്ട് നമ്മൾക്ക് നഗ്ന നേത്രങ്ങളിൽ കാണാൻ പറ്റത്തില്ല. അത് അങ്ങനത്തെ ഒരു സെറ്റിങ്ങാണ് ആ കല്ലിന് നാച്ചുറലായിട്ട് ഉള്ളത്. കബോഷൻ രീതിയിൽ കട്ട് ചെയ്താണ് വരുന്നത്. അപ്പം ആ കല്ല് എന്ന് പറയുമ്പം നമുക്ക് ഒരു നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. എന്നാൽ വലിയ വിലയൊന്നും കൊടുക്കണ്ട. ഓപ്പൽസ് വളരെ ഒരു ഭംഗി സ്റ്റാൻഡേർഡ് സ്റ്റോണാണ്. നല്ല വൈറ്റ് ഓപ്പൽസ് ഒക്കെ അതിലൊരു ഗ്ലിറ്ററിങ് അല്ലെങ്കിൽ നല്ല തിളക്കമുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. തിളക്കമുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ കണ്ടൻസുകൾ ഒക്കെ ഈ ലൈറ്റ് കൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു വർണ്ണശോഭയെന്ന് വേണേൽ പറയാം. സപ്തവർണ്ണങ്ങൾ കാണത്തക്ക രീതിയിലുണ്ട്. എന്നാൽ അങ്ങനത്തെ കളർ ചേഞ്ച് അല്ല, നമ്മൾ കളർ ചേഞ്ച് അല്ല, ഇത് ഓവറോൾ ലുക്കിൽ നല്ല ഭംഗിയാണ്. നമ്മൾ ചിലപ്പോൾ രാത്രി നമ്മൾ ആകാശത്തോട് നോക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന പോലുള്ള ഒരു ഫീല് അത് പല ഓപ്പൽസിനും പലതരത്തിലായിരിക്കും എന്ന് മാത്രമുള്ളൂ. ബ്ലാക്ക് കളറുള്ള ഓപ്പൽസ് ഉണ്ട്, ഗ്രീൻ കളേർഡ് ഓപ്പൽസ് ഉണ്ട്.
ഡിഫറെന്റ് കളറിലും ഡിഫറെൻറ്റ് കളേഴ്സിൽ ഓപ്പൽസ് ഇത് ലഭ്യമാണ്. എവിടെ നിന്നായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഏറ്റവും വേൾഡ് ഫേമസ് ആണത് ഓസ്ട്രേലിയൻ ഓപ്പൽസ് ആണ്. ഓപ്പൽസ് ആണ്. എത്യോപ്യൻ ഓപ്പൽസ് ഉണ്ട്, അതും മോശമല്ല. കൂബർപെഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓസ്ട്രേലിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അവിടുത്തെ ഒരു മൈനിങ്. അത് ഒരു ഓസ്ട്രേലിയൻ ഓപ്പൽസിൽ ഒരു 95% കൂബർപെഡിയിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് ഭൂമികടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു കുഴിച്ചെടുക്കുന്ന പോലെ അല്ലല്ല, അത് മരത്തിലാണ്. ഇത് ഭൂമിക്കടിയിൽ തന്നെ കിട്ടുന്ന. അതെനിക്ക് തോന്നി ഈ കൂബർപെഡിയിൽ അത് എടുത്തെടുത്ത് പിന്നെ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിട്ടുണ്ട്. കേവ് പോലൊക്കെ ആയിട്ട് അതിനകത്ത് താമസിക്കും, അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മൈനിങ്ങിൽ എന്തോ റെസ്ട്രിക്ഷൻസും അവിടെ ഇപ്പോൾ ഉള്ളതായിട്ട് ആണ് അറിഞ്ഞത്. അതിൻ്റെ കറക്റ്റ് വിവരം കിട്ടിയിട്ടില്ല. മൈനിങ്ങിൽ എന്തോ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ജിയോഗ്രഫിക്കൽ നോക്കുമ്പോൾ ഇത് കുഴിക്കലും മാന്തലും ഒക്കെയാണ് ഏരിയ മൊത്തം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരുപാട് രത്നങ്ങൾക്ക് കൊണ്ട് ഒരുപാട് സോഴ്സ് കുറവുണ്ട്. പക്ഷെ നമുക്ക് പ്രകൃതിയെ വിട്ടിട്ടൊന്നും ചെയ്യാനും പാടില്ല. പ്രകൃതിയെ വിട്ടതിൻ്റെ ആണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ചൂടും മഴയും എല്ലായിട്ടും ചേഞ്ചസ് ഗ്ലോബലി വന്നിരിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും ഇത് ഈ രത്നങ്ങൾ ഓപ്പൽസ് എത്യോപ്യൻ ഓപ്പൽസും കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് ഈ ക്വാളിറ്റി കുറവൊന്നുമില്ല. എത്യോപ്യൻ ഓപ്പൽസിന് വില കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ ഓസ്ട്രേലിയൻ ഓപ്പൽസിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, സാറ് പറഞ്ഞ ഇതൊരു സോഫ്റ്റ് സ്റ്റോൺ ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കണ്ടന്റ്? മിനറൽ ഹൈഡ്രേറ്റഡ് സിലിക്കയാണ് ഇതിനകത്ത്. ഇപ്പോൾ പെട്ടെന്ന് സോഫ്റ്റ്. അത് നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ ഇടുകയാണെങ്കിലല്ലോ, ഇത് വെള്ളത്തിനകത്ത് ഇടുകയാണെങ്കിൽ കുതിർത്ത് ഒരുപാട് സമയം ഇട്ടാൽ അതിൻ്റെ കളറിന് ചെറിയൊരു മങ്ങൽ ഏറ്റ പോലെ തോന്നും, മാറ്റം സംഭവിക്കും. പക്ഷേ അത് വീണ്ടും വെയിൽ കൊണ്ട് ഡ്രൈ ആയാൽ പഴയ കളറിലേക്ക് വരും. അപ്പോൾ കളർ ചേഞ്ചസ് വരുന്നത് കാലക്രമത്തിൽ കളർ ചേഞ്ചസ് വരും. അത് വാങ്ങി ധരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ രത്നങ്ങളെന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതല്ല, ഒരു കടക്കാരുണ്ടാക്കുന്നതല്ലത്. ഇത് നമ്മൾ ഈ ഓപ്പൽസ് മേടിക്കുമ്പോൾ ഓപ്പൽസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരുന്നിട്ട് വേണം ഇത് വാങ്ങിക്കാനായിട്ട്. നല്ല ഓപ്പൽസും കാലക്രമത്തിൽ ചെറിയ ചെറിയ മങ്ങലുകളേക്കും വളരെ സോഫ്റ്റായിട്ട് സൂക്ഷിക്കണം. മനസ്സിലായല്ലേ? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പെർഫ്യൂംസും അതുമൊക്കെ ഡയറക്റ്റ് അടിക്കുക. ഒരുപാട് ചിലർ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഈ അൾട്രാസോണിക് ഈ സാധനത്തിലൊക്കെ ഇടും. അതൊക്കെ ഒന്നും കൊള്ളുകയില്ല. ഈ സ്റ്റോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ കളർ തന്നെ മാറിപ്പോകും. സൂക്ഷിച്ച് വെക്കണേ തന്നെ കോട്ടണിൽ 2-3 ചെറിയ തുള്ളി വെള്ളം ഇട്ട് വളരെ അങ്ങനെ സൂക്ഷിച്ച് അത് വെക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ വെള്ളത്തിനകത്ത് മുക്കിയിടരുത്. അധികം വെള്ളമായാലും പ്രശ്നമാണ്. ഒരു പോറസ് എന്ന് വെച്ചാൽ അതിന് ആ ഒരു മേളിൽ അടരുകളുണ്ട്. അടരുകളിൽ കൂടെ വെള്ളം അത് അബ്സോർവ് ചെയ്യാനുള്ള ഹൈഡ്രേറ്റഡ് ആണല്ലോ ഇത്. ആ ഒരു പ്രത്യേകത ആ ഈ ഒരു രത്നത്തിനുണ്ട്. അപ്പം ഞാൻ ഈ നമ്മൾ സ്ഥിരം ഈ വെള്ളം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അവരിങ്ങനെയുള്ള രത്നങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ലോക്കറ്റായിട്ട് ധരിക്കാം. ഇത് നമ്മൾ കൈയിടുമ്പോഴൊക്കെ ആ വെള്ളമൊന്നും പ്രശ്നമൊന്നുമില്ല. അതിലെല്ലാം നമുക്ക് എപ്പോഴും ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവലോ ടിഷ്യൂ പേപ്പറോ ഇട്ടിട്ടൊന്ന് അതൊന്ന് പെട്ടെന്ന് അത് ഉണക്കി വെക്കണം. അപ്പോൾ അങ്ങനെ കിടക്കും. അങ്ങനെ പെട്ടെന്നല്ല പോകുന്നത്. റെഫ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല കെമിക്കൽ കോണ്ടാക്ട്സ് കൊണ്ടേ പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറിപ്പോകത്തുള്ളൂ. ആ ഒരു ചേഞ്ചസ് വരുമ്പോൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചില ഡിറ്റർജൻസുകൾ ലേഡീസൊക്കെ ഉപയോഗിക്കുന്നത് അതിനകത്തൊക്കെ പെടുമ്പോൾ പെട്ടെന്ന് ഇതിന് മാറ്റം വരും. എന്തുകൊണ്ട് മാറ്റം വരുന്നു? ഇത് നല്ല ഓപ്പലായതുകൊണ്ട് മാറ്റം വരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ്. പക്ഷേ ഒരു കസ്റ്റമർ കൊണ്ടുപോയാൽ പെട്ടെന്ന് അയ്യോ നിങ്ങളുടെ ഇത് ഓപ്പൽ മേടിച്ചിട്ട് എൻ്റെ ഇതെല്ലാം പെട്ടെന്ന് പോയല്ലോ എന്ന് പറയും. അവർ ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രീതി ശരിയാവത്തില്ല. കെമിക്കൽ കോണ്ടാക്ട്സ് കാണും, പെർഫ്യൂമൊക്കെ വെച്ചിങ്ങനെ അത് കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അതിനകത്ത് ഒരു ഡീഹൈഡ്രേഷൻ പോലെ വരുവാണ്. അപ്പം അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവുക. ആ ഒരു ചേഞ്ചസ് മാനുഫാക്ചർ ചെയ്ത് ഓപ്പൽസ് മാർക്കറ്റിലുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഒരിക്കലും കേടുപാട് വരത്തില്ല. പക്ഷെ ഓപ്പൽസിൻ്റെ ഗുണം കിട്ടത്തില്ല. ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ഗുണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ നാച്ചുറൽ സ്റ്റോൺസ് നാച്ചുറലായിട്ടുള്ള അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അത് ഉപയോഗത്തിൽ കാണിക്കും. ഉപയോഗത്തിലാണ്, ഷോറൂമിലിരിക്കുമ്പോഴല്ല, ഉപയോഗത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള അതിൻ്റെ എല്ലാ സംഗതികളും കാണിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവൻ പുറത്ത് കാണിക്കും.
ചില സ്റ്റോണുകൾക്ക് വെയിൽ നല്ലതല്ല, ഒരുപാട് ചൂട് നല്ലതല്ല, ഒരുപാട് ഐസ്. ഇപ്പോൾ സഫയറൊക്കെ സഫയറൊക്കെ നമുക്ക് ഷോറൂമിലൊക്കെ ഇരിക്കുന്നത് നല്ല എപ്പോഴും ഈ തണുപ്പും എ സിയിലും വന്ന് അതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് പോവും, കളർ കുറയുന്നതായിട്ട് നമുക്ക് തോന്നും നല്ല ഇത്. സഫയർ പിന്നെ വെയിൽ കൊള്ളുമ്പോൾ അത് വീണ്ടും പൂർവാധികം പഴയതിലേക്ക് കടന്നു വരും. അങ്ങനെയുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് ഈ ഒരു രത്നങ്ങളിലൊക്കെ ഈ സംഭവിക്കുന്നത്. ഒരു അവസരത്തിൽ നമുക്ക് വേറെ സോഫ്റ്റ് സ്റ്റോൺസ് ഒരുപാട് എങ്ങനെ കീപ്പ് ചെയ്യണം, ടർക്കോയിസ് പോലുള്ള സ്റ്റോണുകളൊക്കെ എങ്ങനെ കീപ്പ് ചെയ്യണം നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു സമയക്കുറവുണ്ടല്ലോ details നമുക്ക് നമുക്ക് എപ്പോഴും. മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ സോഫ്റ്റ് സ്റ്റോണിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് പിന്തുടർന്ന് വന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഓരോ ലഗ്നത്തെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം, ആ ലഗ്നാധിപൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ചിങ്ങം കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ഏതാണ്? കന്നി, സൈൻ ഓഫ് വിർഗോ. കന്യ ഒരു യുവതി, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യകയായിട്ടുള്ള ഒരു യുവതിയുടെ ആണ് അതിൻ്റെ സിമ്പലായിട്ട് വരുന്നത്. ബുധൻ്റെ എക്സോൾട്ടഡ് ഹൗസ്, ഉച്ചരാശിയാണ്. ഇതും ബുധൻ്റെ ഹൗസ് തന്നെയാണ്. അതെ അതെ. അപ്പോൾ ബുധൻ 2 രാശികളുണ്ട്. ഒന്ന് മിഥുനം രാശിയും ഒന്ന് കന്നി രാശി. മിഥുനം പുള്ളിയുടെ ഓൺ രാശി, സ്വക്ഷേത്രം എന്ന് പറയുന്നത്. കന്നി എന്ന് പറയുമ്പം എക്സോൾട്ടഡ് ആണ്, അതിബുദ്ധിമാൻ, ഇൻ്റലിജൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന. ഇവിടെ ബുധൻ്റെ കുറച്ചും കൂടെ ഒരു വേറൊരു മുഖമാണ്. നമ്മൾ മറ്റേ മിഥുനത്തിൽ വരുമ്പോൾ, മിഥുനത്തിലെ ബുധൻ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി പല കാര്യങ്ങളും അത് നോക്കണം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് കൈകാര്യം ചെയ്യണം, അതാണോ ഇതാണോ വേണ്ടത്, ഇതും നല്ലതാണ്, നമുക്കിത് പെൻഡിങ് നിർത്താം. ഇങ്ങനെ ഒരു 10-15 കാര്യങ്ങൾ ഒരേ സമയത്ത് പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഈ പുള്ളി കന്നിയിലോട്ട് വന്നാൽ പുള്ളി കറക്റ്റ് ഇങ്ങനെ നോക്കും, ഇത് മതി എനിക്ക്, ഇത് വെച്ചുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാം, ദിസ് ഈസ് ദ പെർഫെക്റ്റ് ചോയ്സ്. ഇൻ്റലിജൻ്റായിട്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ കന്നി ലഗ്നത്തിലുള്ള ബുധൻ്റെ ആ പ്ലസ് പോയിന്റ്സ് ഞാൻ പറയുന്നത്. തന്നെയല്ല പുള്ളി ബുധൻ ജനറലി കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെയാണല്ലോ, ഇൻ്റലിജൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിറഞ്ഞു നിൽക്കുന്ന ഹൗസാണ് കന്നി എന്ന് പറയുന്നത്. അപ്പോൾ കന്നി ലഗ്നത്തിൽ നിൽക്കുകയും ആ ലഗ്നത്തിൽ ബുധൻ നിൽക്കുകയും ചെയ്യുന്നവനെ ഭയങ്കര അവൻ എക്സലൻ്റ് ആയിരിക്കും, അവൻ്റെ ബുദ്ധി കൊണ്ട് എക്സലൻസ് ആയിരിക്കും. അതാ ഒറ്റയ്ക്കായിരിക്കണം നിൽക്കുന്നത്. അതിൽ വേറെ റോങ് ആയിട്ടുള്ള വേറെ പ്ലാൻസൊക്കെ വന്നാൽ പുള്ളിയുടെ ഇപ്പോഴും അറിയാമല്ലോ, ആ ഒരു എഫക്റ്റ് കുറയും. ഇപ്പം നമ്മൾ നല്ല പവർഫുള്ളായിട്ട് ഒരു സ്ഥാപനത്തിൽ നമ്മൾ അഡ്മിനായിട്ട് നിൽക്കുക എന്ന് വിചാരിക്കാം, നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, നമ്മളെല്ലാം നോക്കിയും കൊണ്ട് ചെയ്യുന്നത്. അതേപോലെ വേറൊരാളെ കൂടെ കൊണ്ടുവന്ന് മാനേജ്മെൻറ്റ് ഇട്ടു, അപ്പോഴത്തേക്കും പുള്ളിക്ക് അതുകൊണ്ട് ഒരു പെർഫോമൻസിന് ഒരു ചെറിയ പ്രശ്നം വരികയല്ലേ. അതേസമയം പുള്ളിയുടെ തന്നെ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള വേറൊരാൾ കൊണ്ട് ഒരുമിച്ച് പഠിച്ച ഒരാൾ അയാൾക്ക് ഇതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ പോകും. അതായത് അനുകൂലമായ ഗ്രഹസ്ഥിതികൾ ഉണ്ടെങ്കിൽ, കൺജക്ഷൻസ് വന്നാൽ ആ പ്ലാനറ്റും അങ്ങ് ഫ്ലറിഷ് ആവും. ബുധൻ്റെ കൂടെ ബുധൻ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ശനിയും ഒക്കെ വന്നാൽ നന്നായിട്ട് പുള്ളി കയറി വരും ബാക്കിയെ. അപ്പോൾ ബുധൻ ഈ പറഞ്ഞ ബുദ്ധിയും ഇൻ്റലിജൻസും എല്ലാം കാണിക്കുന്ന മിക്കവാറും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്മാർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബാങ്ക് ഓഫീസേഴ്സ്, IT മേഖലകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. IT-യിലുള്ള പിള്ളേർ സെറ്റൊക്കെ ബുധന് നല്ല ഇമ്പോർട്ടൻസ് കാണും. നമുക്ക് അക്കൗണ്ട്സും അതുപോലെ തന്നെ IT-യും ബുദ്ധിപരമായിട്ടുള്ള ഈ പറഞ്ഞ പോലുള്ള മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരുടെ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ ബുധനായിരിക്കും ഒരു സ്വാധീനം കൂടുതൽ. ബുധനും ശനിയും കൂടെ ഒരു കൺജക്ഷനോ അല്ല കർമ്മരംഗത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ മിഥുന ലഗ്നം 10 ബുധൻ എന്ന് പറയുമ്പോൾ മിഥുനം പുള്ളിയുടെ തന്നെയായി. കന്നി ലഗ്നത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കന്നി ലഗ്നാധിപൻ പോയി 10 പോയി നിൽക്കുന്ന ശനിയും കൂടെ ഉണ്ടെങ്കിൽ
പുള്ളി ഈ ടെക്നിക്കലി കുറച്ചും കൂടെ, കാരണം ഈ ശനി ഒരു ടെക്നീഷ്യനും അതുപോലെ തന്നെ മെക്കാനിക്കൽ സൈഡും ഒക്കെയാവും. അപ്പോൾ ആ ടൈപ്പിലായിരിക്കും ചിലപ്പം പുള്ളിയുടെ ബാക്കിയുള്ള ഇൻ്റലിജൻസ് പോകുന്നത്. മനസ്സിലല്ലേ? അപ്പം ബുദ്ധി ഉള്ള ഇപ്പോൾ കുട്ടികളുടെ ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുധനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അന്ന് നോക്കണ്ട. ഇപ്പോൾ കൊച്ചു കുട്ടിയല്ലേ, 4ാം ക്ലാസ് 5ാം ക്ലാസ് അവൻ പഠിച്ചില്ല എന്ന് വെച്ചാൽ നോക്കണ്ട. ഇവൻ ബുദ്ധിമാനാണ്, ഇവൻ്റെ ബുധൻ ഉച്ചസ്ഥിതി നിൽക്കുന്നു, അല്ലെങ്കിൽ സ്വക്ഷേത്രമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യം ഹയർ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നേരെ നന്നാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു എമറാൾഡൊക്കെ കൊടുത്താൽ സൂപ്പർ ഡിഗ്രിയിലേക്ക് കയറും. ആ നിൽക്കുന്ന ആ ഒരു പൊസിഷനെ ഒന്നുകൂടെയും ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് ആക്ടിവേറ്റഡ് ആക്കും. ഇപ്പോൾ ചില പേരൻസ് വന്നിട്ട് സ്റ്റോൺ വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ ചാർട്ടൊക്കെ നോക്കുമ്പം നമുക്ക് സഫയറാണ് മാച്ചിങ് എന്ന് വിചാരിക്കുക. യെല്ലോ സഫയർ. അപ്പോൾ ശരിക്കും അവർ വന്നിരിക്കുന്നത് ഈ ബുധൻ എൻ്റെ സ്റ്റോണ് എമറാൾഡാണ്. ആരോ പറഞ്ഞിട്ടുണ്ട് ഇവന് പഠിത്തത്തിൽ ഭയങ്കര ബാക്കിലാണ് നിൽക്കുന്ന പുള്ളി, 10ലേക്കായി ബാക്കി നിൽക്കുകയാണ്. ഒരു മരതകം മേടിച്ചിടാനായിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വന്നിരിക്കുക. അപ്പോൾ പറഞ്ഞു, സാറേ മരതകം അല്ലേ വേണ്ടത് നമുക്ക് ബുധൻ. ഞാൻ പറഞ്ഞു, മരതകം എന്ന് പറയുന്നത് ബുധൻ്റെ രത്നമാണ്. ബുധൻ പഠിപ്പിൻ്റെ ഓർമ്മശക്തിയുടെ ആളാണ്. പക്ഷെ ബുധൻ വളരെ റോങ് സൈഡിൽ പോയി നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചാർട്ടി നിൽക്കുന്ന ഈ കുട്ടിക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ കല്ലൂടെ മേടിച്ചിടണ്ട. അത് ആ നെഗറ്റിവിറ്റിയെ ട്രിഗർ ചെയ്യും. അതേസമയം വ്യാഴവും വിദ്യയും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. വ്യാഴം പോസിറ്റീവായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്റ്റോൺ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കല്ലുകൾ ആൾക്കാർ വെറുതെ ജനറലി ഉള്ള ന്യൂസ് കേട്ടിട്ടോ ഒന്നും അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് പോയിട്ട് ധരിക്കുന്നത്. ഇപ്പം കന്നി ലഗ്നം അതിൻ്റെ അധിപൻ അല്ലെങ്കിൽ ഉച്ചരാശിയായി നിൽക്കുന്ന ബുധൻ്റെ രത്നം എമറാൾഡ്. പക്ഷെ അത് എനിക്കോ നിങ്ങൾക്കോ അനുയോജ്യം എന്നാണ്, അനുയോജ്യമാണെന്നാണ് നോക്കേണ്ടത്. കാരണം ബുധൻ്റെ രത്നം അതാണ്, ഒക്കെ ശരിയാണ്. പിന്നെ ലഗ്നാധിപനായിരിക്കുന്ന ഈ ബുധൻ കന്നിയിലും അല്ലെങ്കിൽ ലഗ്നത്തിൽ തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല സെക്കൻഡ് ഹൗസിൽ നിൽക്കുന്നു, 9th ഹൗസിൽ പോയി നമുക്ക് കൊടുക്കാം നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമ്മൾ ഇനിയുള്ള ഒരു എപ്പിസോഡിലേക്ക് ഉൾപ്പെടുത്തണം. കന്നിലഗ്നം അല്ലെങ്കിൽ മിഥുനം ആ വ്യക്തിക്ക് എമറാൾഡ് അനുയോജ്യമോ അല്ലെങ്കിൽ ഉപയോഗിക്കാമോ എന്നുള്ള ഒരു കാര്യം വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും. നമസ്തേ.